തത്തജ്ജനു തത്തജ്ജനു തകരും തത്തജ്ജനു തത്തജ്ജനു തം 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 തത്തജ്ജനു ദീം തത്തജ്ജനു തകരും തത്തജ്ജനു ദീം തത്തജ്ജനു തം തത്തജ്ജനു ദീം തത്തജ്ജനു തകരും തത്തജ്ജനു ദീം തത്തജ്ജനു തം തത്തജ്ജനു തകരും തത്തജ്ജനു ധാർക്കിക തലം തത്തജ്ജനു താം തത്തജ്ജനു ദീം ധാർക്കിക തലം തത്തജ്ജനു താം തത്തജ്ജനു ദീം ധാർക്കിക തലം തത്തജ്ജനു ധാർക്കിക തലം തത്തജ്ജനു. നമസ്കാരം. ഞാനാണ് പങ്കി മുത്തശ്ശി. നിങ്ങളെ എല്ലാവരെയും പരിചയപ്പെടുന്നതിൽ വളരെ സന്തോഷം. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ജീവചരിത്രം നമുക്ക് കാർട്ടൂൺ രൂപത്തിൽ കണ്ട് കഥകളൊക്കെ മനസ്സിലാക്കാം. ചന്ദ്രനെ പിടിച്ച് വെളിയിൽ നിർത്തുക എന്ന് രാജാവിനോട് രഹസ്യമായി രാജ്ഞി പറഞ്ഞു. വരയൻ പുലിയും ചെറുകൈകളും എന്ന ചെറുകഥ കേൾക്കുവാൻ വന്ന മന്ദമാരുതനെ തടഞ്ഞു നിർത്തുക. അതീവ തണുപ്പുള്ള രാത്രികളിലും ഉഷ്ണമേറിയ പകലുകളിലും സാധാരണ സമയങ്ങളിലും കുളിർകാറ്റുള്ള സായാഹ്നങ്ങളിലും 100-ലധികം എന്തിനായിരക്കണക്കിന് തന്നെ ചെറുകഥകൾ കണ്ട് രസിക്കാം ഈ മുത്തശ്ശിയിലൂടെ. ഇനി ശ്രീകൃഷ്ണൻ എന്ന കാർവർണന്റെ രസകരമായ കഥ നമുക്ക് കാണാം. ശ്രീകൃഷ്ണൻ ഒരു സുന്ദരനും കുസൃതിക്കുരുന്നും ഒരു നല്ല വഴികാട്ടിയും നല്ല സുഹൃത്തും സ്നേഹസമ്പന്നനും എല്ലാത്തിനുമുപരി എല്ലാവരിലും കാരുണ്യം ചൊരിയുന്നവനും ദയാലുവുമാണെന്ന് നാട്ടുകാർ വിശേഷിപ്പിച്ചിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന നാമം ഈ ലോകത്തിലുള്ള കോടിക്കണക്കിന് ആളുകൾ ഭക്തിയോടെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ആത്മാവിനും മനഃശാന്തിയും സുഖവും സ്നേഹവും ലഭിക്കുന്നു എങ്കിൽ ഭഗവാനാണ് അതിന് കാരണം. വിസ്മയകരമായ കുസൃതികളും കുറുമ്പും കുട്ടിക്കളിയും കൊണ്ട് കോടാനുകോടി ജനങ്ങളെ വശീകരിക്കുന്ന ആകർഷണീയനായ ആ കൊച്ചുബാലനെ നമുക്ക് കാണാം. പണ്ട് നമ്മുടെ പുണ്യഭൂമിയായ ഭാരതത്തിൽ ഉഗ്രസേനൻ എന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് 2 മക്കൾ. ഒരാൾ യുവരാജാവായ കംസൻ, പിന്നെ യുവറാണി ദേവകി. കംസൻ ലോകത്തിലെ ഏറ്റവും വലിയ ക്രൂരനും ദുർമാർഗിയുമായിരുന്നു.
കംസൻ വളർന്നു വലുതായ ശേഷം സ്വന്തം പിതാവിനെ തുറുങ്കിലടച്ചു. പിന്നീട് ആ സിംഹാസനം കൈവശപ്പെടുത്തി. രാജാവായ കംസൻ തന്റെ സഹോദരി ദേവകിയുടെ മാംഗല്യം നടത്തുവാൻ തീരുമാനിച്ചു. യുവറാണി ദേവകി, നിനക്ക് വിവാഹപ്രായമായി. അതുകൊണ്ട് നാം നിന്റെ സ്വയംവരം നടത്തുവാൻ തീരുമാനിച്ചിരിക്കുകയാണ്. നിന്റെ മാംഗല്യം കഴിഞ്ഞാലേ നമുക്ക് നമ്മുടെ രാജ്യസഭയെ കുറച്ചുകൂടി വിസ്തരിക്കുവാൻ പറ്റുകയുള്ളൂ. ജ്യേഷ്ഠ, ഇപ്പോൾ എനിക്ക് മംഗല്യം കഴിക്കുവാൻ തീരെ ഇഷ്ടമില്ല. മാത്രമല്ല, നമ്മുടെ പിതാവ് നമ്മോടൊപ്പം ഇല്ലാത്തത് എന്റെ മനസ്സിനെ അസ്വസ്ഥമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് സ്വയംവരത്തിന് ഇപ്പോൾ താല്പര്യപ്പെടുന്നില്ല. ഇനി കുറച്ചു കാലത്തേക്ക് എന്നെ ഇങ്ങനെ കഴിയാൻ അനുവദിച്ചാലും. ദേവകി, നിന്റെ മംഗല്യം നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ചേ നടക്കൂ. നിന്റെ സമ്മതം നമുക്ക് ആവശ്യമില്ല. നിനക്ക് സ്വയംവരത്തിൽ താല്പര്യമില്ലെങ്കിൽ മറ്റേതെങ്കിലും മാർഗത്തിൽ ഏതെങ്കിലും ഒരു യുവരാജാവിനെ കണ്ടുപിടിച്ച് മംഗല്യം നടത്തിത്തരാം. അതിന് നിന്റെ അനുവാദം വേണ്ട. ഇതാണ് നമ്മുടെ തീരുമാനമെന്നറിഞ്ഞാലും ഇനിമേലിൽ പിതാവിനെ കുറിച്ച് നീ സംസാരിക്കരുത്. അദ്ദേഹത്തിന്റെ കടമകളെല്ലാം കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ധൂർത്തുകൊണ്ടാണ് ഖജനാവ് കാലിയായത്. അതുകൊണ്ട് നാം അതിന് അനുവദിക്കുകയില്ല. അദ്ദേഹത്തെ തുറുങ്കിലടച്ചിരിക്കുന്നതും ആ കാരണത്താലാണ്. ജ്യേഷ്ഠ, ദയവായി ഇത്ര കഠിനമായി സംസാരിക്കരുത്. അദ്ദേഹമാണ് നമുക്ക് ജന്മം നൽകിയത്. നമുക്ക് നിന്റെ അഭിപ്രായമോ വിശദീകരണമോ ആവശ്യമില്ല. പറയുന്നതനുസരിച്ചാൽ മതി. ലംഘിച്ചാൽ നിന്നെയും തുറുങ്കിലടയ്ക്കും. ശിഷ്ടകാലം അവിടെ നിനക്ക് കഴിയേണ്ടി വരും. ഓർമ്മയിരിക്കട്ടെ. ജ്യേഷ്ഠ, അങ്ങയോട് എനിക്കൊന്നും പറയുവാനില്ല. നമ്മുടെ സുഹൃത്തായ വസുദേവരെയാണ് നീ മാംഗല്യം കഴിക്കാൻ പോകുന്നത്. മാംഗല്യത്തിന് നീ തയ്യാറായിക്കൊള്ളുക. ഇത് നമ്മുടെ ആജ്ഞയാണ്. യുവരാജാവായ കംസൻ ദേവകിയെ ദുഃഖത്തിൽ ആഴ്ത്തിയിട്ട് അവിടെ നിന്ന് പോയി. കംസന്റെ ആജ്ഞയനുസരിച്ച് മാംഗല്യത്തിനു വേണ്ടി കൊട്ടാരം വർണ്ണവിളക്കുകൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ടു. യുവറാണി ദേവകി രാജകുമാരൻ വസുദേവനെ മാംഗല്യം കഴിക്കുന്നു. മാംഗല്യം കഴിഞ്ഞു. പെട്ടെന്ന് ആകാശത്തിൽ ഭയങ്കരമായ ഇടിയും മിന്നലും ഉണ്ടായി. അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും അത് കണ്ട് അമ്പരന്നു. ആകാശം പോലും താങ്ങാനാവാത്ത സങ്കടത്തിലായി. അപ്പോൾ ആകാശത്തു നിന്നും ഒരശരീരി കേട്ടു. നീ അഹങ്കാരിയും ധിക്കാരിയുമാണ്. നിന്റെ സ്വന്തം പിതാവിനെ തൂങ്ങിലടച്ചവനാണ്. നിന്നെ വെല്ലാൻ ആരുമില്ല എന്ന അബദ്ധധാരണയിലാണ് നീ. നിന്റെ അന്ത്യം അടുത്തിരിക്കുന്നു. ദേവകി 8 കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകും. അതിൽ 8ാമനായി ജനിക്കുന്ന ശിശു നിന്റെ അന്തകനായിരിക്കും. ഇതാണ് നിന്റെ വിധി. ഇത് മാറ്റുവാൻ ആർക്കും കഴിയുകയില്ല. ആരവിടെ? ഉടൻ ദേവകിയെയും വസുദേവനെയും ബന്ധനസ്ഥരാക്കി കൊണ്ടുവന്ന് തുറുങ്കിലടയ്ക്കോ. ഒരു നല്ല ജീവിതം കൊടുക്കണമെന്ന് തീരുമാനിച്ചതാണ്. അവരുടെ തലയിലെടുത്ത് സമക്ഷത്തിലെത്തിക്കൂ.
ജ്യേഷ്ഠ, ഞങ്ങൾ ഒരു പാപവും ചെയ്തിട്ടില്ല. എന്നെയും എന്റെ പതിയെയും വെറുതെ വിടുക. ഞങ്ങളുടെ മാംഗല്യം ഇപ്പോൾ കഴിഞ്ഞതല്ലേ ഉള്ളൂ. ഞങ്ങളെ സഹായിക്കാൻ ആരുമില്ല. ഞങ്ങളോട് ദയ കാണിച്ചാലും തുറുങ്കിലടയ്ക്കാൻ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. രാജന്റെ കാലിൽ വീണ് യാചിക്കുകയാണ്. ദയവായി ഞങ്ങളോട് ദയ കാണിച്ചാലും, ദയ കാണിച്ചാലും. കംസരാജാവേ, ഇത് വലിയ അനീതിയാണ്. ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്? ജീവിതകാലം മുഴുവൻ തുറുങ്കിൽ കഴിയുവാൻ ഞങ്ങൾ തുറുങ്കിൽ കഴിയുകയില്ല. ഈ ക്ഷണം ദേവിയെയും കൂട്ടിക്കൊണ്ട് ഞങ്ങളുടെ രാജ്യത്തേക്ക് പുറപ്പെടുന്നു. വസുദേവരെ, നിനക്കിവിടുന്ന് അനങ്ങുവാൻ പറ്റുകയില്ല. ജീവൻ വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാം പറയുന്നത് അനുസരിക്കുക. ഭടന്മാരെ, നമ്മുടെ ദൃഷ്ടിയിൽ നിന്ന് ഇവരെ കൊണ്ടുപോകുവിൻ, എന്നിട്ട് തുറുങ്കിലടയ്ക്കുവിൻ. ഇത് നമ്മുടെ ആജ്ഞയാണ്. അവർ നിങ്ങളുടെ സംരക്ഷണയിൽ കഴിയട്ടെ. രാപ്പകൽ കടന്നുപോയി. ദേവകി ഗർഭം ധരിച്ചു. പ്രസവം നടന്നു. ദേവകി നല്ലൊരു ആൺകുഞ്ഞിന് ജന്മം നൽകി. ദേവകി വളരെ സന്തോഷവതിയായി. ദേവകി പ്രസവിച്ച കാര്യം ഭടന്മാർ കംസനെ അറിയിച്ചു. ഉടനെ കംസൻ കാരാഗൃഹത്തിലേക്ക് പാഞ്ഞു. ദേവകി, കുഞ്ഞിനെ നമ്മെ ഏൽപ്പിക്കുക. ആ കുഞ്ഞിനെ താലോലിക്കുന്നത് മതിയാക്കുക. ജ്യേഷ്ഠ, എന്തിനാ ഈ കുഞ്ഞിനെ ആവശ്യപ്പെടുന്നത്? ഈ കുഞ്ഞ് എന്റേതാണ്. ഈ കുഞ്ഞിൽ നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല. ദേവകി, ആ കുഞ്ഞിനെ നമ്മെ ഏൽപ്പിച്ചില്ലെങ്കിൽ ഇരുവരെയും നാം കൊന്നുകളയും. തുറുങ്കിലാണെങ്കിലും നിങ്ങളെ നാം ജീവനോടെയാണ് വെച്ചിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ജ്യേഷ്ഠ, താങ്കൾ വലിയ ക്രൂരതയാണ് ചെയ്യുന്നത്. എന്റെ 8ാമത്തെ കുഞ്ഞാണ് താങ്കളെ വധിക്കുക എന്നാണ് അശരീരി കേട്ടത്. ഈ പിഞ്ചു കുഞ്ഞു ഒരു പാവവും ചെയ്തിട്ടില്ല. അവൻ പിറന്ന് ഇനിയും ഒരു നാഴിക പോലും ആയിട്ടില്ല. ഈ പൈതലിനെ ഒന്ന് നോക്കൂ. ഒരു പ്രാവശ്യമെങ്കിലും രാജന്റെ പാദം തൊട്ട് ഞാൻ യാചിക്കുകയാണ്. ഇവനെ വെറുതെ വിടുക. ഇവൻ എന്റെ ആദ്യത്തെ കൺമണിയാണ്. ദേവകി, നിനക്കൊരു അവകാശിയും ഉണ്ടാവാൻ നാം സമ്മതിക്കില്ല. നിന്റെ എല്ലാ കുഞ്ഞുങ്ങളെയും നാം നശിപ്പിക്കും. നിനക്കുണ്ടാവുന്ന ഒരു കുഞ്ഞിനെയും ജീവിക്കാൻ നാം അനുവദിക്കില്ല. നിനക്ക് പറന്ന ഈ കുഞ്ഞിനെയും നാം കൊല്ലും. കംസ, നീയൊരു മനുഷ്യനാണോ? ഈ കുഞ്ഞിനെ തൊട്ടാൽ നിന്നെ ഞാൻ കൊന്നുകളയും. നീ കുഞ്ഞിനെ തന്നില്ലെങ്കിൽ നാം ദേവകിയെ കൊല്ലും. കംസൻ ബലാത്കാരമായി കുഞ്ഞിനെ എടുത്തുകൊണ്ടുപോയി. ദേവകി അബോധാവസ്ഥയിലായി. ആ കുഞ്ഞിനെ കംസൻ വധിച്ചു. ഈ ക്രൂരപ്രവൃത്തി കണ്ട് വസുദേവൻ ഒന്നും ചെയ്യാൻ കഴിയാതെ പോയി. അയാളുടെ കണ്ണുകൾ കലങ്ങി. ഹിംസ്രപ്രവൃത്തി കഴിഞ്ഞ് കംസൻ അവിടെ നിന്ന് പോയി. ദേവകി പ്രസവിക്കുന്ന ഓരോ കുഞ്ഞിനെയും കാണുവാൻ വേണ്ടി കംസൻ കാരാഗൃഹത്തിലേക്ക് വരും.
ക്രൂരമായും മൃഗീയമായും കൊലപ്പെടുത്തും. അങ്ങനെ 8ാമത്തെ കുഞ്ഞിനെ ദേവകി ഗർഭം ധരിച്ച സമയത്ത് വസുദേവരുടെ സുഹൃത്തിന്റെ പത്നിയും ഗർഭിണിയായിരുന്നു. 8ാമത്തെ കുഞ്ഞായ ശ്രീകൃഷ്ണന് ദേവകി കൽത്തുറുങ്കിൽ തന്നെ ജന്മം നൽകി. എത്ര സുന്ദരനാണ്, വശ്യശക്തിയുള്ളവനുമാണ്. ഇവൻ ഒരു ദൈവശിശുവാണ്. ഇവൻ തീർച്ചയായും ജീവനോടിരിക്കും. ദൈവമാണ് ഈ കുഞ്ഞിനെ രക്ഷിച്ചു തരേണ്ടത്. അപ്രതീക്ഷിതമായി തുറുങ്കിൽ ശക്തമായ ഒരു പ്രകാശം വന്നു. തുറുങ്കു മുഴുക്കെ മണികളുടെ മുഴക്കം. തുറുങ്കൊരു സ്വർഗമായി കാണപ്പെട്ടു. അവിടെ വസുദേവന്റെയും ദേവകിയുടെയും മുന്നിൽ ശ്രീ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. ഇരുവരും ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ച് നടന്ന ക്രൂരതകളെപ്പറ്റി നിറഞ്ഞ കണ്ണുകളോടെ അലമുറയിട്ട് പറഞ്ഞു. ദേവകി, നിന്റെ ദുരിതങ്ങൾക്ക് ഒരവസാനം വന്നിരിക്കുന്നു. നിന്റെ ഈ കുഞ്ഞാണ് കംസന്റെ അന്തകൻ. ഈ കുഞ്ഞിനെ കൊണ്ട് രാജാവ് നന്ദഗോപന്റെ കൊട്ടാരത്തിലേക്ക് ചെന്ന് കുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് വരിക. ഇപ്പോൾ അവിടെ ഒരു പെൺകുഞ്ഞ് പിറന്നിട്ടുണ്ട്. അത് മറ്റാരുമല്ല, ദുർഗാദേവി മറ്റൊരവതാരം എടുത്തിരിക്കുകയാണ്. ആ കുഞ്ഞിനെ ഇവിടേക്ക് കൊണ്ടുവരിക. ആരുടെ ദൃഷ്ടിയിലും നിങ്ങൾ പെടുകയില്ല. സമാധാനപൂർണമായ ഒരു ജീവിതം നാം നിങ്ങൾക്ക് ആശംസിക്കുന്നു. ദേവകിയും വസുദേവരും കണ്ണീരോടെ കൈകൂപ്പി ഭഗവാന്റെ പാദങ്ങൾ തൊട്ടു വണങ്ങി. വസുദേവർ കുഞ്ഞിനെ ഒരു കൂടയിൽ വെച്ച് തലയിൽ ചുമന്നു പുറപ്പെട്ടു. തുറങ്കിന്റെ കവാടങ്ങൾ തനിയെ തുറന്നു. തുറങ്കിലുള്ള മറ്റു തടവുകാരും കാവൽക്കാരും നല്ല മയക്കത്തിലായിരുന്നു. വസുദേവർക്കൊന്നും മനസ്സിലായില്ല. നടന്നു നീങ്ങി. ആകാശം കാർമേഘങ്ങൾ കൊണ്ട് നിറഞ്ഞു. നേർത്ത മഴയും തുടങ്ങി. പിന്നീട് ആ മഴ പേമാരിയായി. ഘോരമായ ഇടിമുഴക്കവും മിന്നലും കാണപ്പെട്ടു. ഇടിമിന്നലിനെ വകവയ്ക്കാതെ വസുദേവർ തന്റെ കുഞ്ഞിനെയും കൊണ്ട് നടന്നു. യമുനാ നദിയോരത്തെത്തിച്ചേർന്നു. ഭയങ്കര ഇടിയും മഴയും കാരണം യമുനാ നദി കരകവിഞ്ഞൊഴുകുകയായിരുന്നു. നദി കടന്ന് അക്കരയ്ക്കെത്താൻ മാർഗമറിയാതെ വസുദേവർ ഭഗവാൻ ശ്രീ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ചു. വിഷ്ണു ഭഗവാനെ, എങ്ങനെ ഞാൻ ഈ കുഞ്ഞിനെ കൊണ്ടുപോകും? നീ എനിക്ക് വഴി കാണിച്ചു തരണം. ഉടൻ തന്നെ യമുനാ നദി രണ്ടായി പിളർന്നു. നടുവിൽ ഒരു പാലവും പ്രത്യക്ഷപ്പെട്ടു. വസുദേവർക്ക് കുഞ്ഞിനെ വളരെ എളുപ്പത്തിൽ കൊണ്ടുപോകുവാൻ കഴിഞ്ഞു. എങ്കിലും വസുദേവർ വളരെ വെപ്രാളത്തിലാണ് കുഞ്ഞിനെ ചുമന്നുപോയത്. പകുതി ദൂരം ചെന്നപ്പോൾ വീണ്ടും പേമാരി തുടങ്ങി. കുഞ്ഞ് മഴയിൽ നനഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ
5 തലയുള്ള നാഗം നദിയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടു. ആ നാഗം കുട പോലെ ആ കുഞ്ഞിനെ മഴ നനയാതെ കാത്തുരക്ഷിച്ചു. വസുദേവർ വളരെ സന്തോഷവാനായി. ഭഗവാൻ ശ്രീ മഹാവിഷ്ണു പറഞ്ഞ ആ പെൺകുഞ്ഞ് ജനിച്ച സ്ഥലത്ത് വസുദേവർ എത്തിച്ചേർന്നു. ആ കൊട്ടാരം മുഴുവനും മൂകതയിലായിരുന്നു. വസുദേവർ കൊട്ടാരത്തിൽ പ്രവേശിച്ച് യശോദയുടെ അരികിൽ ചെന്നപ്പോൾ ഒരു പെൺകുഞ്ഞ് അടുത്തു കിടക്കുന്നത് കണ്ടു. ശ്രീ മഹാവിഷ്ണു പറഞ്ഞതുപോലെ വസുദേവർ കൊണ്ടുചെന്ന ആൺകുഞ്ഞിനെ അവിടെ കിടത്തിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ പെൺകുഞ്ഞിനെ കൂടയിലാക്കി തലയിൽ ചുമന്നുകൊണ്ട് തിരിച്ചു നടന്നു. വസുദേവർ തുറങ്കിൽ പ്രവേശിച്ച ഉടനെ അതിന്റെ കവാടം തനിയെ മൂടപ്പെട്ടു. ആ കുഞ്ഞ് കരയുവാൻ തുടങ്ങി. എല്ലാ ഭടന്മാരും മയക്കത്തിൽ നിന്നും ഉണർന്നു. ദേവകി 8ാമത്തെ കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു എന്നറിഞ്ഞു. ഈ വിവരം ഉടനെ കംസനെ അറിയിച്ചു. കംസൻ അപ്പോൾ തന്നെ അവിടെ വന്നു. അവസാനത്തെ കുഞ്ഞും ജനിച്ചുവല്ലേ? ഈ കുഞ്ഞാണോ നമ്മെ കൊല്ലാൻ പോകുന്നത്? ഇപ്പോൾ തന്നെ ഈ കുഞ്ഞിനെ നശിപ്പിച്ചാൽ പിന്നെ നമ്മെ വെല്ലാൻ ഈ പ്രപഞ്ചത്തിൽ ആരും ഉണ്ടാവില്ല. പതിവ് പോലെ ദേവകിയുടെ കയ്യിലുള്ള കുഞ്ഞിനെ ബലം പ്രയോഗിച്ച് പിടിച്ചു വാങ്ങിച്ചു. ജ്യേഷ്ഠ, ഞങ്ങളുടെ 7 കുഞ്ഞുങ്ങളെ കൊന്നിട്ടും ജ്യേഷ്ഠന് തൃപ്തിയായില്ലേ? അന്ന് അശരീരിയിൽ കേട്ടത് എനിക്ക് 8ാമനായി ആൺകുഞ്ഞ് പിറക്കുമെന്നല്ലേ? എന്നാൽ ഇത് പെൺകുഞ്ഞല്ലേ? ഈ കുഞ്ഞിനെയെങ്കിലും ജീവിക്കാൻ അനുവദിക്കൂ. ഇത്തരം ക്രൂരതകൾ കാണുവാനുള്ള ശക്തി എന്റെ ശരീരത്തിനും മനസ്സിനുമില്ല. ദേവകി, നമുക്ക് നിന്റെ യാതൊരു വ്യാഖ്യാനവും കേൾക്കണ്ട. പതിവ് പോലെ കംസൻ ഈ കുഞ്ഞിനെയും ചുമരിലെറിഞ്ഞ് കൊല്ലാൻ ശ്രമിച്ചു. അപ്പോൾ ആരും പ്രതീക്ഷിക്കാതെ കംസന്റെ കയ്യിൽ നിന്നും ആ കുഞ്ഞ് പറന്നുപോയി. പിന്നീട് 8 കരങ്ങളുള്ള ശ്രീ ദുർഗാദേവിയായി പ്രത്യക്ഷപ്പെട്ടു. എല്ലാവരും ശ്രീ ദുർഗയെ നമസ്കരിച്ചു. ഹേ രാക്ഷസ, നാം ഈ ഭൂമിയിൽ ജനിച്ചത് നിന്നാൽ കൊല്ലപ്പെടാനല്ല. നിന്നെ കൊല്ലാൻ ഒരു ശിശു മറ്റൊരു സ്ഥലത്ത് വളരുന്നുണ്ട്. അവൻ തീർച്ചയായും നിന്നെ കൊല്ലും. നിന്റെ അന്ത്യമടുത്തിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞിട്ട് ശിശുവായി വന്ന ശ്രീ ദുർഗ അപ്രത്യക്ഷയായി. ദേവകിയെയും വസുദേവരെയും കംസൻ തുറുങ്കിൽ നിന്നും വിമോചിതരാക്കി. ഗോകുല നഗരം ഒരു വശം നെൽച്ചെടികളെ കൊണ്ടും മറുവശം സൂര്യകാന്തി പൂക്കളെ കൊണ്ടും നിറഞ്ഞ് പ്രകൃതിരമണീയമായി കാണപ്പെട്ടു. പശുക്കളും അവറ്റെ മേയ്ക്കുന്ന ഇടയന്മാരും അഴകാർന്ന ആറും മാവിൽ കായ്ച്ചിരിക്കുന്ന മാങ്ങകളും കുയിലുകളുടെ മാധുര്യമേറിയ ശബ്ദവും കൊണ്ട് ഗോകുലം പ്രകൃതി മനോഹരമായി തീർന്നിരുന്നു.
നഗരം വളരെയേറെ പ്രഭാപൂരിതമായിരുന്നു. രാജാവായ നന്ദഗോപനും യശോദയ്ക്കും കുഞ്ഞു പിറന്ന ദിവസം ഗോകുലം ഉത്സവം പോലെ ആനന്ദലഹരിയിലാണ്ടു. നഗരം മുഴുവനും പല പല വർണ്ണവിളക്കുകൾ കൊണ്ട് അലങ്കരിക്കപ്പെട്ടു. പശുക്കൾക്കെല്ലാം മഞ്ഞൾ തേച്ച് തിലകമിടപ്പെട്ടിരുന്നു. വീടുകളെല്ലാം വിളക്കുകൾ കൊണ്ടും പുഷ്പങ്ങൾ കൊണ്ടും തോരണങ്ങൾ കൊണ്ടും അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. ശുദ്ധമായ നെയ്യും പശുവിൻ പാലും കൊണ്ടുണ്ടാക്കിയ മധുര പലഹാരങ്ങളുടെ മണം യമുനാ നദീതീരത്തുള്ള ഗോകുലനഗരം മുഴുവനും വീശിക്കൊണ്ടിരുന്നു. രാജാവും രാജ്ഞിയും സന്തോഷം കൊണ്ട് മതിമറന്നു. ആ കുഞ്ഞിന് ശ്രീകൃഷ്ണൻ എന്ന് നാമം നൽകി. കാലം കടന്നുപോയി. കൃഷ്ണൻ വളർന്നു വലുതായി. 3 വയസ്സ് പ്രായമുള്ളപ്പോൾ നല്ല ബലവാനായും നീല നിറത്തോടും വളരെ ഐശ്വര്യത്തോടും കാണപ്പെട്ടു. ഭംഗിയുള്ള അധരങ്ങൾ, നല്ല തുടുത്ത കവിളുകൾ, നീണ്ട് കറുത്ത മിഴികൾ, ഇരുണ്ട ചുരുൾ മുടി, വിസ്താരമേറിയ വലിയ കൈകളും ഓമനത്വമുള്ള കാലുകളുമുള്ള കൃഷ്ണൻ സുന്ദരനായിരുന്നു. തങ്കം, വൈരം, വെള്ളി തുടങ്ങിയ ആഭരണങ്ങൾ അണിയിപ്പിച്ച് കൃഷ്ണനെ കൂടുതൽ അഴകാർന്നവനാക്കി. കളിയും കുസൃതിത്തരങ്ങളും കൃഷ്ണനിൽ വളരെ കൂടുതലായിരുന്നു. ഗോകുലത്തിലുള്ള പ്രജകൾക്കെല്ലാവർക്കും കൃഷ്ണനെ വളരെയധികം ഇഷ്ടമായിരുന്നു. കൃഷ്ണൻ ഒരിക്കലും ഏകനായി കാണപ്പെട്ടിരുന്നില്ല. തന്റെ സുഹൃത്തുക്കളുമായി കളിച്ചു നടന്നിരുന്ന കൃഷ്ണന്റെ കാൽച്ചുവടുകൾ പതിയാത്ത ഒരു സ്ഥലം പോലും ഗോകുലത്തിൽ ഇല്ലായിരുന്നു എന്ന് തന്നെ പറയാം. പശുവിന്റെ വാല് പിടിച്ചു വലിക്കുക, പശുവിന്റെ അകിട്ടിൽ നിന്നും പാൽ കുടിക്കുക, മറ്റുള്ളവരുടെ വീട്ടിൽ നിന്ന് വെണ്ണ മോഷ്ടിച്ച് തിന്നുക, കളവ് നടത്തിയ ശേഷം മൺകുടം ഉടയ്ക്കുക, വണ്ടികളുടെ അച്ചാണി ഊരിയെടുക്കുക, കർഷകർ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ധാന്യങ്ങൾ ചിതറിവിടുക, കൗമാരപ്രായത്തിലുള്ള പെൺകുട്ടികൾ വെള്ളക്കുടവുമായി പോകുമ്പോൾ കല്ലെറിഞ്ഞ് കുടമുടച്ച് അവരെ നനയിപ്പിക്കുക, ഇവയൊക്കെ കൃഷ്ണന്റെ വിനോദങ്ങളായിരുന്നു. മാത്രമല്ല, കൃഷ്ണൻ ധാരാളം മണ്ണുവാരി തിന്നുമായിരുന്നു. ധാന്യങ്ങൾ വെച്ചിരിക്കുന്ന ചാക്കുകളിൽ ഓട്ടയിട്ട് മറ്റു ധാന്യങ്ങളോടൊപ്പം കൂട്ടിച്ചേർക്കുക, കുമാരികളുടെ തലമുടി വലിച്ചു പറിക്കുക, മറ്റുള്ളവരുമായി വഴക്കിടുക, ഇങ്ങനെ കൃഷ്ണന്റെ വികൃതികൾ അടുക്കി അടുക്കി പറയാം. കൃഷ്ണന്റെ കുസൃതികൾ പെൺകുട്ടികളുടെ ഇടയിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. ഗോപികമാർ കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരറിയാതെ അവരുടെ തുണികൾ ഒളിപ്പിച്ചു വെക്കുക, തപസ് ചെയ്തുകൊണ്ടിരിക്കുന്ന മുനിമാരുടെ താടി പിടിച്ചു വലിച്ചിട്ട് ഓടിപ്പോവുക, ഇങ്ങനെ പല കുസൃതികളും കൃഷ്ണൻ ചെയ്യുമായിരുന്നു.
ശ്രീകൃഷ്ണൻ ഈ പ്രപഞ്ചത്തെ തന്നെ മയക്കിയിരുന്നു. ആ പ്രദേശത്തുള്ള പല സ്ത്രീകൾക്കും ശ്രീകൃഷ്ണന്റെ കുസൃതികൾ സഹിക്കാൻ പറ്റാതെയായി. കൃഷ്ണനെ എനിക്ക് ഇഷ്ടമാണെങ്കിലും അവന്റെ കുസൃതികൾ സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ വെള്ളക്കൂടെ ഉടച്ചു, വെള്ളം മുഴുവനും പോയി. വളരെ ദൂരത്തുനിന്നാണ് വെള്ളം ചുമന്നുകൊണ്ട് വരുന്നത്. അവന്റെ കുറുമ്പുകൾ സഹിക്കാനാവുന്നില്ല. കൃഷ്ണൻ ഞങ്ങളുടെ വീട്ടിലുള്ള ധാന്യചാക്കുകളൊക്കെ ഓട്ടയിട്ട് എല്ലാ ധാന്യങ്ങളും ഒന്നിച്ചു കൂട്ടിക്കലർത്തി. ഇനി എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. ഞാൻ 3 കുടങ്ങളിൽ തൈര് വാങ്ങി വെച്ചിരുന്നു. കൃഷ്ണൻ വന്ന് ആ 3 കുടങ്ങളും ഒടിച്ചു കളഞ്ഞു. എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ ഞാനത് കൊടുത്തിരിക്കും. ഞങ്ങളുടെ പശുവിന്റെ അകട്ടിൽ നിന്നും കൃഷ്ണൻ പാൽ കുടിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്ക് പാൽ കിട്ടാതെയായി. കൃഷ്ണൻ എന്റെ തലമുടി പിടിച്ച് പറിച്ച് എന്നെ കളിയാക്കി. എല്ലാവരുടെ മുന്നിലും ഞാൻ നാണം കെട്ടുപോയി. കൃഷ്ണൻ ഞങ്ങളെ മാത്രമല്ല ശല്യപ്പെടുത്തുന്നത്, ഈ ഗ്രാമത്തിലുള്ള എല്ലാ കുട്ടികളെയും അവൻ ചീത്തയാക്കുന്നു. അത് ശരിയാണ്. ഈ ശീലം തുടരുകയാണെങ്കിൽ കൃഷ്ണനെ പോലെ മറ്റു കുട്ടികളും കുസൃതിക്കാരാകും. ഇത് നമുക്ക് തടഞ്ഞേ പറ്റൂ. ഇതിന് എന്താ ചെയ്യുക? നമുക്കിത് എന്തുകൊണ്ട് റാണിയോട് പറഞ്ഞുകൂടാ? അവര് നമ്മളെ തെറ്റിദ്ധരിക്കുകയില്ലേ? അവരുടെ മകനെ കുറിച്ച് അവർ മനസ്സിലാക്കണം. അവൻ ഭയങ്കര വികൃതിയാണ്. അവന്റെ കുസൃതി സഹിക്കാൻ കഴിയുന്നില്ല. നമുക്കെല്ലാവർക്കും കൃഷ്ണന്റെ അമ്മയോട് കാര്യങ്ങൾ വിശദമായി പറയാം. ചില സ്ത്രീകൾ കൃഷ്ണനെ പറ്റി മാതാവ് യശോദയോട് പരാതി പറയാനായി ചെന്നു. വന്നാലും എന്താണ് വേണ്ടത്? യശോദ റാണി, പ്രണാമം. ഞങ്ങൾ പറയുന്നത് കേട്ട് അവിടുന്ന് വിഷമിക്കരുത്. വന്ന കാര്യം പറയൂ. ബഹുമാന്യായ മഹാറാണി, കൃഷ്ണൻ ഈ ഗോകുലത്തിലെ ഓമനക്കുട്ടിയാണ്. സുന്ദരനും വിനയമുള്ളവനുമാണ്. എല്ലാവരെയും ആകർഷിക്കുന്നവനാണ്. കണ്ണുകൾ കൊണ്ട് സംസാരിക്കുന്നവൻ. ഞങ്ങൾ എല്ലാവരും കൃഷ്ണനോട് വളരെയേറെ സ്നേഹമുള്ളവരാണ്. എന്നാലും പ്രിയ മഹാറാണി, നന്ദകുമാരന്റെ വികൃതികളും കുസൃതികളും ഞങ്ങളെ വളരെ വിഷമത്തിലാക്കിയിരിക്കുകയാണ്. കുടങ്ങൾ ഉടയ്ക്കുക, സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ധാന്യം എടുത്തു കളയുക, വണ്ടികളുടെ അച്ചാണി എറിഞ്ഞു കളയുക, ഇങ്ങനെ എത്രയോ കുസൃതികൾ. ദിവസം മുഴുവനും കഷ്ടപ്പെട്ട് ചെയ്തു തീർത്ത ജോലികൾ കൃഷ്ണന്റെ വികൃതി കാരണം ഞങ്ങൾക്ക് വീണ്ടും ചെയ്യേണ്ടി വരുന്നു. പറഞ്ഞാൽ തീരാത്തത്ര വികൃതികളാണ് നന്ദകുമാരൻ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നെന്നറിയാമോ? അവന്റെ കൂട്ടുകാരുടെ കുറുമ്പം താങ്ങാൻ കഴിയാതായിരിക്കുന്നു. കൃഷ്ണന്റെ കൂടെ കളിക്കുന്ന മറ്റു കുട്ടികളും കൃഷ്ണനെ പോലെ വികൃതികളാകും. മാതാവേ, ഞങ്ങൾ എന്തെങ്കിലും തെറ്റായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണേ. വീണ്ടും ഇത് ആവർത്തിക്കാതിരിക്കാൻ മഹാറാണി ഒരു നല്ല പരിഹാരം കാണണേ. കുമാരിമാരെ, നടന്ന കാര്യങ്ങൾ കേട്ട് നാം വേദനിക്കുന്നു. ഇനി മേലിൽ ആവർത്തിക്കാതിരിക്കുവാൻ നാം ശ്രദ്ധിക്കാം. നിങ്ങൾ സമാധാനമായി പോയി വരൂ. കൃഷ്ണ, ഇവിടെ വരൂ. കൃഷ്ണന്റെ ഭയം അവന്റെ കണ്ണുകളിൽ കാണപ്പെട്ടു. അവൻ യശോദയുടെ അരികിലേക്ക് വന്നു. കൃഷ്ണ, നീ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത്? എങ്ങനെയാണോ പെരുമാറേണ്ടത്? നാട്ടിലുള്ള എല്ലാ സ്ത്രീകളും വന്ന് നിന്നെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഇനി കളിക്കാനായിട്ട് നീ പുറത്തു പോകരുത്. ഗ്രഹത്തിൽ ഇരുന്നാൽ മതി. നിന്നെ കെട്ടിയിടുകയാണ് വേണ്ടത്. അപ്പോഴേ നിനക്ക് ബുദ്ധി വരികയുള്ളൂ കൃഷ്ണ. അനങ്ങാൻ വയ്യാത്ത വിധം യശോദ കൃഷ്ണനെ ഉരലിൽ കെട്ടിയിട്ടു. എന്നാൽ കൃഷ്ണനോ ആ ഉരലിനെ പതുക്കെ പതുക്കെ നീക്കിക്കൊണ്ട് നന്ദവനത്തിലേക്ക് ചെന്നു. അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 മരങ്ങൾക്കിടയിൽ ഉരൽ കുടുങ്ങി. അവനത് വകവയ്ക്കാതെ നടന്നു നീങ്ങിയപ്പോൾ മരങ്ങൾ 2ആയി പിളർന്ന് താഴെ വീണു. അപ്പോൾ അവിടെ സുന്ദരന്മാരായ 2 ഗന്ധർവന്മാർ പ്രത്യക്ഷപ്പെട്ടു. ഇത് കണ്ട് യശോദ അതിശയിച്ചു. നമോ വഹം പരമാത്മാവേ, ഞങ്ങൾ വർഷങ്ങളോളം ഒരു ശാപത്തിന്റെ ഫലമായി മരത്തിന്റെ രൂപത്തിൽ കഴിയുകയായിരുന്നു. അങ്ങയുടെ ദയ കൊണ്ട് ഈ ശാപത്തിൽ നിന്നും ഞങ്ങൾക്ക് മുക്തി ലഭിച്ചു. 1000 കോടി നമസ്കാരം. ഞങ്ങൾ നന്ദി അറിയിക്കുന്നു പ്രഭു.
ഗന്ധർവന്മാർ നന്ദി ചൊല്ലി അപ്രത്യക്ഷരായി. ഇത് കണ്ട യശോദ അതിശയിച്ചുപോയി. എല്ലാം മറന്നു നിന്ന യശോദയെ ശ്രദ്ധിച്ച കൃഷ്ണൻ മാതാവിനെ സമനിലയിലേക്ക് കൊണ്ടുവരാൻ മണ്ണ് വാരി തിന്നു. യശോദ കോപാകുലയായി. മണ്ണ് തിന്നുന്നുവോ? വാ തുറക്കൂ. കൃഷ്ണൻ വാ തുറക്കാൻ വിസമ്മതിച്ചു. ഇപ്പോൾ നീ വാ തുറന്നില്ലെങ്കിൽ നിന്നെ നാം അടിക്കും. കൃഷ്ണൻ ഒന്നും അറിയാത്തതുപോലെയും ഒന്നും മനസ്സിലാവാത്തതുപോലെയും ഭയത്തോടെ വായ തുറന്നു. സർവലോകങ്ങളും കൃഷ്ണന്റെ വായിൽ കണ്ട യശോദ അന്താളിച്ചു നിന്നു. യശോദ ആനന്ദം കൊണ്ട് കണ്ണുനീർ വാർത്തു. കൃഷ്ണൻ ഒരു ദൈവിക ബാലനാണെന്ന് യശോദ മനസ്സിലാക്കി. എന്നാലും അവൾക്കെല്ലാം അവിശ്വസനീയമായിരുന്നു. അവൾ വളരെ സന്തോഷവതിയായി. കൃഷ്ണ, നീ നമ്മുടെ ദൈവമാണ്, നമ്മുടെ പരമാത്മാവും. അവൾ അവനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. മാതാവേ, എന്ത് സംഭവിച്ചു അവിടത്തേക്ക്? കുറച്ചു മുമ്പ് ദേഷ്യപ്പെട്ട് എന്നെ അടിക്കുമെന്ന് പറഞ്ഞതല്ലേ, ഇപ്പോൾ എന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നല്ലോ. എനിക്ക് വിശക്കുന്നു, കഴിക്കുവാൻ എന്തെങ്കിലും തരൂ, ഇല്ലെങ്കിൽ ഞാൻ മോഷ്ടിക്കുവാൻ പോകും. തീർച്ച. ഉരലിൽ ബന്ധിച്ചിരുന്ന കൃഷ്ണനെ യശോദ അഴിച്ചുവിട്ടു. എന്നിട്ട് ആലിംഗനം ചെയ്തു. തുറുങ്കിൽ പ്രത്യക്ഷപ്പെട്ട ദുർഗയെ കണ്ട ശേഷം കംസൻ തീർത്തും അസ്വസ്ഥനായിരുന്നു. ആ സമയത്ത് ജനിച്ച എല്ലാ ആൺകുഞ്ഞുങ്ങളെയും കൊല്ലാൻ വേണ്ടി ഭടന്മാരെ അയക്കാൻ കംസൻ ആജ്ഞാപിച്ചു. കംസൻ കൃഷ്ണനെ പറ്റി അറിയാനിടയായി. അവനെയും കൊല്ലാൻ തീരുമാനിച്ചു. കംസൻ രാജ്യം ഭരിക്കുന്ന രാജാവായിരുന്നിട്ടും കൃഷ്ണനെ നേരിട്ട് വധിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പൂതന എന്ന രാക്ഷസിയെ അതിനായി നിയോഗിച്ചു. പൂതന ഒരു സുന്ദരിയായി രൂപം മാറി കൃഷ്ണന്റെ കൊട്ടാരത്തിൽ പ്രവേശിച്ചു. അപ്പോൾ കൃഷ്ണൻ കൊട്ടാരത്തിൽ കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കൃഷ്ണ, അരികിൽ വരൂ. ഞാൻ നിനക്ക് നിറയെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഭക്ഷിക്കാൻ തരാം. കൃഷ്ണ, എന്റെ മുത്തേ, ദൈവമാണ് നിന്നെ രക്ഷിച്ചത്. ആർക്കും നിന്നെ ഉപദ്രവിക്കാൻ കഴിയുകയില്ല. എന്തെന്നാൽ നീ ദൈവത്തിന്റെ അംശമാണ്. നിന്നെ ദ്രോഹിക്കാൻ ആര് ശ്രമിച്ചാലും അവരുടെ ഗതിയും ഇതുതന്നെയായിരിക്കും. മുത്തേ, എന്റെ സന്തോഷം എനിക്ക് പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നില്ല. യശോദ ആനന്ദം കൊണ്ട് കണ്ണുനീർ തൂകിക്കൊണ്ട് തന്റെ മകനെ കൊഞ്ചിച്ചു. അവരുടെ മനസ്സിൽ സന്തോഷത്തോടൊപ്പം ഭയവും അനുഭവപ്പെട്ടു. കൃഷ്ണൻ ദൈവമാണ്, എല്ലാവരെയും ആകർഷിക്കുന്നവൻ. ആർക്കും അവനെ വഞ്ചിക്കുവാൻ പറ്റുകയില്ല. മനുഷ്യർ ഉള്ളിടത്തോളം ശ്രീകൃഷ്ണന്റെ കീർത്തി പരന്നു കിടക്കും. കൃഷ്ണൻ എല്ലാവരാലും പുകഴ്ത്തപ്പെട്ടവനാണ്. അവന്റെ ചിരിയിൽ മയങ്ങാത്ത സ്ത്രീകൾ ഉണ്ടായിരുന്നില്ല. നിഷ്കളങ്കമാർന്ന നോട്ടം, സ്നേഹസമ്പന്നമായ മനസ്സ്, പ്രായത്തിൽ കവിഞ്ഞ ബുദ്ധിസാമർഥ്യം, കുസൃതിയുള്ള ലീലകൾ, ഓമനത്വം തുളുമ്പുന്ന സംസാര രീതി,
സർവരെയും എപ്പോഴും ആകർഷിക്കുന്ന ശക്തിവിശേഷം അതാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഇതുപോലെ രസകരങ്ങളായ നിരവധി ചെറുകഥകൾ തുടർന്നു വരുന്ന ഖണ്ഡങ്ങളിൽ നമുക്ക് കാണാം.